കുണ്ടന്നൂരിലെ കുൽസിതലാണ്. എൻ്റെ സമയം വെറുതെ പോയി. സത്യം പറയാലോ. നിങ്ങളൊരു സിനിമാ മോഹിയാണ് അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ഒരു സജഷൻ ഈ മൂവി കാണാതിരിക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. കാരണം കഥ എന്ന് പറയുന്ന ഒരു സാധനം ഈ സിനിമയുടെ അയൽവക്കത്തൂടെ പോലും പോയിട്ടില്ല. സിനിമ തുടങ്ങുമ്പം സുരാജേട്ടനാണ് ഇൻട്രൊഡക്ഷനിൽ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഫാൻറ്റസിയാണ് കഥ, കംപ്ലീറ്റ് റിയാലിറ്റി ആയിട്ട് ടച്ചില്ല. പക്ഷേ ഓക്കെ, കഥ വേണ്ടേ? നമ്മളന്നേരം പ്രതീക്ഷിക്കുന്നത് എന്താ, എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്ന കഥയുണ്ടാകും. ഒരു വസ്തുവില്ല. ഇതിൽ നിങ്ങൾക്ക് പോസ്റ്ററിൻ്റെ മുന്നിൽ ഞെളിഞ്ഞു നിൽക്കുന്ന ലുക്മാൻ അവറാനെ കാണാൻ പറ്റും. പുള്ളി ഇതിൽ ജൂനിയർ ഗസ്റ്റ് റോൾ എന്ന് വേണമെങ്കിൽ പറയാം. പാസിംഗ് റോൾ മാത്രമേ. നേരെ വരും, ഒരു ചായപ്പൊടിയെ കയറും, ഡയലോഗ് ഉണ്ടോ പക്ഷേങ്കിൽ, ചേട്ടാ ഒരു ചായ 2 ബീഡി, ഇതന്നെ. ഫസ്റ്റ് ഹാഫ് ഇതുണ്ട്, പിന്നെ ഇൻ്റർവെല്ലിൽ ഒരു പൊസിഷൻ ഉണ്ട്. ഈ 2 സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ക്ലൈമാക്സിലെ പുള്ളീനെ കാണുന്നത്. ഇത് ആൾ തിയേറ്ററിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇവർ ഈ സിനിമയിൽ ആഡ് ചെയ്തത്. വേറെ ഒരു കാര്യമില്ല പുള്ളീനെ കൊണ്ട്. പിന്നെ ദാസേട്ടൻ കോഴിക്കോടുണ്ട്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ സ്ക്രീൻ ടൈം കുറവാണ്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിനിമേൻ്റെ പോസ്റ്റർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു രൂപം അവിടെ കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹാക്കിങ്, അല്ലെങ്കിൽ എന്തോ മിസ്റ്ററി ഒളിഞ്ഞിരിക്കുന്ന ഒരാൾ, അങ്ങനെയാണല്ലോ. പക്ഷേ ഈ സിനിമയിൽ ഇത് ജട്ടിക്കള്ളന്മാരാണ്. ഈ സിനിമയിൽ ഇവർ ഈ മാസ്ക് യൂസ് ചെയ്ത് രാത്രി ആളെ തല കാണണം. അതിനാണ്, വേറെ ഒരു കാര്യമില്ല ഇതിനെ കൊണ്ട്. ഷഡ്ഡിക്കള്ളന്മാർ. പിന്നെ മെയിനായിട്ട് കുടുംബശ്രീ തൊഴിലുറപ്പ് ടീമിൻ്റെ, അതായത് 2 വിഭാഗമായിട്ട് ഇവർ മാറുന്നുണ്ട്. അവരുടെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റാണ് ഈ പടം പകുതിയിലധികവും. പിന്നീടാണ് ഈ കള്ളന്മാർ വരുന്നത്. വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് കണ്ടിരിക്കുക. ചില ആൾക്കാർക്ക് ഭയങ്കര അലോസരമായിട്ട് തോന്നുന്ന ചില കോമഡി ഉണ്ട് അതിൽ. പിന്നെ കള്ളന്മാർ, വില്ലന്മാർ, ഇവർ റിവെഞ്ച് എടുക്കുന്നതാണ്. റിവെഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഭക്ഷണം കഴിച്ചതിന് നാട്ടുകാർ പിടിച്ച് തല്ലിയെന്ന് ഇവർ പറയും. ഈ നാട്ടുകാർ പിടിച്ച് തല്ലിയത് എന്തിനാ? ഭക്ഷണം കഴിക്കുന്ന ഇടുന്ന ഏതോ ഒരു വീട് പൊളിച്ചിട്ട് അകത്ത് കയറിയിട്ട് അവിടുത്തെ ഭക്ഷണം എടുത്ത് തിന്നു. ഇവൻ പോയി ചോദിച്ചാൽ പോരെ? എന്നിട്ട് അതിൻ്റെ പേരിൽ റിവെഞ്ച് എടുക്കുന്നു. എല്ലാവരും ഷഡ്ഡി കട്ടിട്ട് അത് തീയിടുന്നു. ഇവരെ ആ നാട്ടുകാർ ഓടിച്ചപ്പോൾ ഷഡ്ഡിപ്പുറത്താണ് ഇട്ടത്. അതിൻ്റെ ഒരു പകപോക്കലാണിത്. എന്തെല്ലാം കഥയല്ലേ. ഈ മാരക വീക്ക് വില്ലന്മാർ ഇൻട്രോ ഇങ്ങനെയാണ്. കൂടെയുള്ള സപ്പോർട്ടിങ് ക്യാരക്ടർ പറയും, ആ കൊച്ചിൻ്റെ, നമ്മൾ ബലൂണ് കുത്തിപ്പൊട്ടിച്ച് ആ കൊച്ചിൻ്റെ കൈ എങ്ങനെ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒപ്പരമുള്ള മെയിൻ വില്ലൻ പറയും, വീക്കായിട്ടുള്ള മെയിൻ വില്ലൻ, അത് ഞാനാ ഓടിച്ചേ, നമ്മളെ ബലൂണ് കുത്തിപ്പൊട്ടിച്ചോണ്ട്. അവിടെ അത്ര പോലും വേറെ ആൾക്കാരും ഇല്ലേ. ആ കുട്ടി പറയില്ലേ ഇതൊന്നും സംഭവിച്ചത്. ഇവർക്കൊരു വായ്പൂല, ഇവർ എന്നിട്ട് നടക്കുന്നു. എന്നിട്ടാന്ന് വീട്ടിൽ കയറുന്നു ചോറ് തിന്നാൻ, കട്ട് നിന്നിട്ട്. ഇതിൽ എന്നിട്ട് വേറെ പറയാനൊന്നുമില്ല. അതിന് ശേഷം ഈ പകപോക്കലേ ഉള്ളൂ. ഞാൻ ആ മാസ്കെല്ലാം കണ്ടിട്ടാണ് ശരിക്കും സിനിമ കണ്ടത്. ഒരു കാര്യമില്ല, ടൈം പോയി, ടൈം വേസ്റ്റ്.